അങ്ങനെ നവ്യ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ജലജയോട് പറയുന്നുണ്ട്, എൻ്റെയും അബിയുടെയും ജീവിതം തകർത്തവളാണ് അമ്മേ ആ നന്ദു. അവളെ ഇനി ഒരിക്കലും എൻ്റെ അനിയത്തിയായിട്ട് കാണാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഞാൻ ഏതായാലും അവളോട് പ്രതികാരം ചെയ്തിരിക്കും. അവൾ ഇനി അനിയുടെ ഭാര്യയായിട്ട് ഈ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാൻ നിൽക്കുമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ലാമേ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയാണ് നവ്യ. നവ്യയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മോളെ, നന്ദുവിനെ മാത്രമല്ല നിന്റെ ശത്രുപക്ഷത്ത് ചേർക്കേണ്ടത്, നയനക്കു നീ നല്ലൊരു പണിയിട്ട് കൊടുക്കണം. അവളും നിന്റെ ശത്രുപക്ഷത്ത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട്, അതേ അമ്മേ, അവൾക്കും ഞാൻ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ സുഖമില്ലാത്ത അനഘയെ കൂട്ടിക്കൊണ്ട് തന്നെ നവ്യ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവയാനി നവ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താ നവ്യ ഈ കാണിക്കുന്നത്? വയ്യാത്ത അനഘയെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേവയാനി നവ്യയോട് ദേഷ്യപ്പെടും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി ഒരു നയന എന്ന് പറയുന്നവൾ ഇവിടെ ഉണ്ടല്ലോ, അവൾക്കിട്ട് നല്ലൊരു മുട്ടം പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതം തകർത്തിട്ട് നയന മാത്രം ഇവിടെ സുഖമായിട്ട് ജീവിക്കേണ്ട. ആദർശേട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അനഘ. അതുകൊണ്ട് തന്നെ അനഘക്കും ഈ അനന്തപുരി തറവാട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് അവൾ ഇനി മുതൽ താമസിക്കേണ്ടത് ദേ ഈ തറവാട്ടിലാണ്, അതും ആദർശേട്ടൻ്റെയും നയനേട്ടൻ്റെയും മുന്നിൽ. ഈ കാഴ്ചയെല്ലാം കണ്ടുകൊടുത്തിട്ട് നയനയുടെ ചങ്ക് തകരണം, അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം. അവളുടെ സന്തോഷം അങ്ങ് ഇല്ലാതാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് നവ്യ നേരെ അനഘയെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് നയനക്കും ദേവയാനിക്കും നവ്യോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോവാണ്. അവർ ചിന്തിക്കുന്നത്, സ്വന്തം ഭർത്താവിൻ്റെ കാമുകിയാണ് അവളിപ്പോൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് കയറ്റിയിരിക്കുന്നത്. എൻ്റെ ജീവിതം തകർക്കാൻ നോക്കുന്ന സമയത്തിന് ചേച്ചിയുടെ സ്വന്തം ജീവിതം തന്നെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണമ്മേ നമുക്ക് ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഇനി ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ? അന്നേരം ദേവേനി പറഞ്ഞിട്ട്, ഇതിനി ഒരു അവസാനം ഉണ്ടാവണമെങ്കിൽ സത്യമെല്ലാം തന്നെ നവ്യമോൾ അറിഞ്ഞേ പറ്റുമോളെ. ഇനിയും നമ്മളിതിങ്ങനെ മറച്ചു വെക്കുന്നതിൽ എന്താ അർത്ഥം എന്നിങ്ങനെ ദേവേനി നയനോട് ചോദിക്കാണ്. അന്നേരം നയനെ എതിർത്തുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അമ്മേ, ഒരു പക്ഷേ സത്യമെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ ചേച്ചിയെ പോലും നഷ്ടപ്പെടും. പിന്നീട് അങ്ങനെ അബി അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അനഘ ഒട്ടും വയ്യാതെ അനന്തപുരി തറവാട്ടിലെ ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ്. ആ കാഴ്ച കാണുന്ന സമയത്തിന് അബിക്ക് ദേഷ്യം വരും. അബി ചോദിക്കുന്നത്, നവ്യ ഇവൾ ആരാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ആ ആദർശേട്ടനാണോ? അബി ആകെങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിക്കുന്ന സമയത്തിന് നവ്യക്കൊരു സംശയം തോന്നുന്നു. നവ്യ ചോദിക്കുന്നത്, അതിനിപ്പോൾ നീ എന്തിനാ ഇങ്ങനെ വയലൻ്റ് ആവുന്നത്? അബി പറഞ്ഞിട്ട്, നീ ഒന്നും പറയണ്ട, അവൾ ഇപ്പം തന്നെ ഇവിടെ നിന്നും തിരിച്ചുകൊണ്ട് പോകണം. എനിക്കവളെ കാണുന്നതേ വെറുപ്പാണ്, എനിക്കവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇപ്പം തന്നെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് അബി വഴക്കുണ്ടാക്കുന്ന സമയത്തിന് നവ്യ ചോദിക്കുന്നത്, അതിനെന്തിനാ അബി നീ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? നിന്റെ കാമുകിയൊന്നുമല്ലല്ലോ, ആദർശേട്ടൻ്റെ കാമുകിയല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ആദർശേട്ടനില്ലാത്ത പ്രശ്നം ഇപ്പം നിനക്കെന്തിനാ? അങ്ങനെ നയന മാത്രം ഇവിടെ സന്തോഷിച്ച് ജീവിക്കേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇവളെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമുക്കങ്ങ് സന്തോഷിക്കാം അബി. ഇവളിങ്ങനെ ഈ ഒരു കിടപ്പ് കിടക്കുന്നത് കാണുന്ന സമയത്തിന് ആദർശനും നയനക്കും ഏതായാലും സന്തോഷിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാൽ നവ്യ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും സത്യമെല്ലാം അറിയാവുന്ന അബി ആകെ സമനില നെറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അബിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അബി പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു, ഇതിലും നല്ലത് ആ ജയിലിൽ തന്നെയായിരുന്നു. ഈശ്വര, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്തോറും ഇവളുടെ മുഖം ഡെയിലി കാണേണ്ടി വരുമല്ലോ. ഇനി മുതൽ ഇവളുടെ ദുർമുഖം കണ്ടുകൊണ്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ, അതിലും ഭേദം ആ ജയിൽ തന്നെയാണ്. ഇനി സത്യമെങ്ങാനും ഇവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്നിട്ട് എൻ്റെ കഥ എങ്ങ് കഴിക്കും. ഇപ്പോൾ ജയിലിലും വീട്ടിലും എനിക്കൊരു രക്ഷയില്ലല്ലോ ഈശ്വര. ജയിലിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവളുടെ അനിയത്തിയുടെ തല്ല് ഞാൻ നിർത്താതെ കൊള്ളേണ്ടി വരും. വീട്ടിലാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരിക്കും അബി. ഇതേ സമയത്തിന് നവ്യയെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ട് നവീൻ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് തന്നെ കനകദുർഗയും ഗോവിന്ദനെയും നന്ദുവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. നന്ദുവിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇത്രയും കാലം നന്ദുമോളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു എൻ്റെ മോൻ നവീൻ. ഇനിയും അതിങ്ങനെ വച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നന്ദുവിനും കൂടെ ഇഷ്ടമാണെങ്കിൽ ഇവരുടെ ഇഷ്ടം നമുക്കങ്ങ് നടത്തിക്കൊടുത്താലോ, ഇവരുടെ കല്യാണം നമുക്കങ്ങ് നടത്തിക്കൊടുത്താലോ എന്ന് നവീൻ്റെ അമ്മ ചോദിക്കുന്നത് കേൾക്കുന്ന സമയത്തന്നെ നന്ദു ആകെ ഷോക്കായി നിൽക്കുകയാണ്. നന്ദു പറഞ്ഞിട്ട്, എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. നവീൻ എൻ്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ്. നവീൻ പറഞ്ഞിട്ട്, നന്ദു ഇനി സമ്മതിച്ച് തരാൻ മടിയാണെങ്കിൽ പോലും അവളുടെ മനസ്സിൽ എന്നെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. അവൾ അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ച് തരുന്ന കൂട്ടത്തിലൊന്നുമല്ല. കാരണം അവളൊരു SI അല്ലേ, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിച്ചത്. അല്ല നന്ദു, നിനക്ക് ഈ ബന്ധത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നിങ്ങനെ നവീൻ ചോദിക്കുന്ന സമയത്തിന് നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നാൽ ഇതൊരവസരമായി കണ്ടുകൊണ്ട് തന്നെ കനകദുർഗ ചോദിക്കുന്നത്, എന്ത് എതിർപ്പ് മോനെ? നീ ഇങ്ങനെ പെണ്ണ് ചോദിച്ചു വന്നാൽ തന്നെ ഞങ്ങളുടെ നന്ദുവിനെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞങ്ങൾക്ക് 100 വട്ടം സമ്മതാണ്.
അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കും താല്പര്യമുള്ള സ്ഥിതിക്ക് ഈ ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നതാ നല്ലത്. കാരണം ആ സച്ചി എന്ന് പറയുന്ന തല തെറിച്ചവൻ ഈ നാട്ടിൽ തന്നെയുണ്ടല്ലോ. അവൻ ഇപ്പോഴും എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പാത്തും പതുങ്ങി നിൽക്കുകയാണ്. അവൻ എൻ്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതിൽ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ എതിർപ്പുണ്ടല്ലോ. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻറ്റ് പോലും നടത്താതെ വീട്ടുകാരെല്ലാവരും ചേർന്ന് കൊണ്ട് തന്നെ നന്ദുവിൻ്റെയും നവീൻ്റെയും ആ ഒരു കല്യാണം അങ്ങ് ഫിക്സ് ചെയ്യാണ്. എന്നാൽ ഈ വിവരം അറിഞ്ഞതോടുകൂടെ തന്നെ അനി ആകെ തകർന്നു പോവാണ്. ജാനകി പറഞ്ഞിട്ട് അവൾ പോയി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് നീ അങ്ങ് കരുതിയാൽ മതി. എൻ്റെ ബന്ധു UK നിന്നും വരുന്നുണ്ട്. അവൾക്കൊരു മകളുണ്ട്. അവളേതായാലും നിനക്ക് ചേർന്ന പെൺകുട്ടിയാണ്. അവളുമായിട്ട് നീ കല്യാണം കഴിക്കണം. അല്ലാതെ നിന്റെ പെണ്ണൊരിക്കലും നന്ദു ആവരുത്. എനിക്ക് നിർബന്ധമുണ്ട്. വേണമെങ്കിൽ നന്ദുവിൻ്റെ കല്യാണത്തിന് മുൻപേ തന്നെ നിന്റെ കല്യാണം ഞാനങ്ങ് നടത്തി തരാം. എന്താടാ നിനക്ക് സമ്മതമാണോ എന്നിങ്ങനെ ജാനകി ചോദിക്കുന്ന സമയത്തിന് അനിക്കാകെ സമനില തെറ്റിയതുപോലെയായിരിക്കും. അനി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഒന്നും വേണ്ട. നന്ദു നവീനുമായിട്ടുള്ള വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അവരുടെ വിവാഹം നടക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ വിവാഹം. UK ആരുമായിട്ടാണെങ്കിലും അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പടിയിറങ്ങി പോവും. എന്നാൽ അനിയും നന്ദുമായിട്ടുള്ള വിവാഹം എങ്ങാനും നടന്നാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവ്യ വന്നിട്ട് ജാനകിയോട് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിയെ പറ്റിയിട്ട് നിങ്ങൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ പറയല്ല. അവളെപ്പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിലെങ്ങും കാണില്ല. അനിക്ക് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് നല്ലത്. ഈ വീട്ടിലേക്ക് നല്ല മരുമകൾ തന്നെ കയറി വരണമെന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ സ്വഭാവം ഒട്ടും നന്നല്ല. അവളെ ഈ തറവാട്ടിലേക്ക് ഒരിക്കലും കയറ്റാൻ സമ്മതിക്കരുത് ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ നവ്യ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന സമയത്തിന് ജാനകിയും അതിന് കൂട്ടുനിന്ന് പറയും, അവളെ ഈ തറവാട്ടിലേക്ക് കാല് കുത്താൻ പോലും ഞാൻ സമ്മതിക്കില്ല നവ്യെ. ഏത് പെൺകുട്ടി അനിയുടെ ജീവിതത്തിലേക്ക് വന്നാലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഒരിക്കലും നിന്റെ അനിയത്തി ഈ പടിച്ചവിട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. പിന്നീട് അങ്ങനെ നന്ദുവിൻ്റെയും നവീൻ്റെയും കല്യാണം തീയതി അടുത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്തിന് ജാനകിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അനിയുടെ ജീവിതത്തിൽ നിന്നും നന്ദു എന്നേക്കുമായിട്ട് പോകുമല്ലോ എന്ന സന്തോഷം. അതുകൊണ്ട് തന്നെ ജാനകി പറയുന്നുണ്ട്, അവരുടെ കല്യാണത്തിന് ഞാൻ ഏതായാലും നന്ദുവിന് നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് ജയേട്ടാ. അവൾ ഏതായാലും എൻ്റെ മകൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ദിവസമല്ലേ നാളെ എന്നിങ്ങനെ സന്തോഷത്തോടെ ചോദിക്കുകയാണ് ജാനകി. അന്നേരം അജയൻ പറഞ്ഞിട്ട്, നീ ഒന്ന് നിർത്തുന്നുണ്ടോ ജാനകി? നീ ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ്. സ്വന്തം മകനോട് ചെയ്യുന്ന ക്രൂരത. നന്ദുമോള് തന്നെയായിരുന്നു നമ്മുടെ മകന് ചേർന്ന ഏറ്റവും നല്ല പെണ്ണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ലൊരു അവസരമാണ് നീ ആയിട്ട് തള്ളിക്കളഞ്ഞത്. ഏതായാലും ആ നവീൻ മോൻ്റെ ഭാഗ്യം. നന്ദുമോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ അവന് ഭാര്യയായിട്ട് കിട്ടാൻ പോവല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ജാനകി? സ്നേഹിച്ചവരെ തമ്മിൽ പിരിച്ചിട്ട് നിനക്ക് എന്ത് നേടാനാണ്? അല്ലെങ്കിലും ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും നിങ്ങളൊക്കെ തീരുമാനിച്ചതുപോലെ തന്നെ നന്ദുവിൻ്റെ കല്യാണം നടക്കട്ടെ. നീ തന്നെ പോയിട്ട് സ്വർണം കൊണ്ടുപോയിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഞാനേതായാലും ആ കല്യാണത്തിനൊന്നും വരുന്നില്ല. എനിക്കേതായാലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അജയൻ. എന്നാൽ ഇതേ സമയത്തിന് നന്ദുവിൻ്റെ കല്യാണമാണ് നാളെ എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അനാമിക ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അനാമികയുടെ ദേഷ്യം വെപ്രാളമെല്ലാം കണ്ടുകൊണ്ട് തന്നെ വേണു ചോദിക്കുന്നുണ്ട്, അല്ല മോളെന്തിനാ അതിനിങ്ങനെ സങ്കടപ്പെടുന്നത്? നീ വിചാരിക്കുന്നത് പോലെ അവളെ കല്യാണം കഴിക്കുന്നത് ആ അനിയൊന്നുമല്ലല്ലോ. ആ വക്കീല് നവീനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെ നിനക്കെന്താ പ്രശ്നം? അന്നേരം അനാമിക പറഞ്ഞിട്ട്, അതേ അച്ഛാ, എൻ്റെ സങ്കടം അവൾക്കൊരിക്കലും അത്ര നല്ല ബന്ധമൊന്നും കിട്ടാൻ പാടില്ല. ആ കല്യാണം ഒരിക്കലും നടക്കരുതച്ചാ. അതെങ്ങനെയെങ്കിലും മുടക്കണം. അവൾക്ക് സച്ചിയെ പോലെ ഏതെങ്കിലും ഒരു ഫ്രോഡ് പയ്യന്മാർ മാത്രമാണ് ചേരുന്നത്. അതുപോലെ ഏതെങ്കിലും പയ്യന്മാർ മാത്രം സെറ്റായാൽ മതി അവൾക്ക്. അവൾക്കൊരിക്കലും നല്ല ബന്ധം കിട്ടരുത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം എന്നൊക്കെ പറയാണ് അനാമിക. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ചെയ്തിട്ടാണെങ്കിലും ശരി, അവൾ ആ നല്ല കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. അനാമിക വീണ്ടും ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന സമയത്തിന് വേണു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ സമാധാനമായിരിക്കുമോളെ. മോൾക്ക് ഞാനൊരു സന്തോഷ വാർത്ത കേൾപ്പിക്കാം. മുഹൂർത്തത്തിൻ്റെ തൊട്ട് മുൻപേ തന്നെ നന്ദുവിനെ എൻ്റെ ആൾക്കാർ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയിക്കോളും. എന്നിട്ട് മുഹൂർത്ത സമയത്തിന് ശേഷം അവൾ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോയി ആക്കിക്കോളും. ആർക്കും യാതൊരുവിധ സംശയവും തോന്നാത്ത വിധത്തിൽ തന്നെ അതൊക്കെ കൈകാര്യം ചെയ്തോളും. ഏതായാലും 2 വിവാഹം മുടങ്ങിയവളാണ് നന്ദു. അതുകൊണ്ട് തന്നെ പിന്നീട് അവളെ ആരും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ജാനകി ഏതായാലും അവളെ മരുമകളാകാനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്ന സമയത്ത് തന്നെ വേണു പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മുഹൂർത്തത്തിൻ്റെ തൊട്ടു മുൻപേ തന്നെ നന്ദുവിനെ അവർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമല്ല, നന്ദു മിസ്സായിരിക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അത് ഒരു ഒളിച്ചോട്ടമാണെന്ന് എല്ലാവരും അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നന്ദു അനിയുടെ കൂടെ ആയിരിക്കില്ല പോയിരിക്കുന്നത്. എല്ലാവരും അനിയെ ചേർത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് പോലും നന്ദുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് വേണുവായിരിക്കും.
നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ നവീൻ്റെ പാരൻസ് കുറേയധികം ദേഷ്യപ്പെടും. അല്ല, നിങ്ങളുടെ മകൾ എവിടെ? അവൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ? അങ്ങനെ കല്യാണത്തിന് മുൻപേ തന്നെ അവൾക്ക് അങ്ങനെ ഒളിച്ചോടാൻ മാത്രം ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തന്നെ ഞങ്ങളോടത് തുറന്നു പറയാമായിരുന്നില്ലേ? ഞങ്ങളെ കൂടെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് എന്തിനായി വേഷം കെട്ടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവീൻ്റെ പാരൻസ് എല്ലാം തന്നെ കനകദുർഗയോടും ഗോവിന്ദനോടും ദേഷ്യപ്പെടും. കനകദുർഗ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവൾ എന്നാലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാലും അവൾ ഞങ്ങളെ അനുസരിക്കുമെന്ന് ഞങ്ങൾ കരുതി. ആ അനന്തപുരിയിലെ ചെറിയ പയ്യനുമായിട്ടാണ് അവൾക്ക് ബന്ധമുണ്ടായിരുന്നത്. പക്ഷേ അവൾ അവളുടെ മനസ്സിൽ നിന്നും അത് കളഞ്ഞു എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അല്ലെങ്കിലും ഞങ്ങൾ എന്തേ ഇനി ഇവിടെ നിൽക്കുന്നത്? മുഹൂർത്തമൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവീൻ എല്ലാവർക്കും മുന്നിൽ പൊട്ടിത്തെറിക്കും. നവീൻ്റെ പുതിയൊരു മുഖമായിരിക്കട്ടോ എല്ലാവരും അവിടെ വെച്ച് കാണുന്നത്. ആ സമയത്തിന് സൗമ്യമായിക്കൊണ്ട് തന്നെ ഗോവിന്ദൻ പറഞ്ഞിട്ട്, മോനെ നീ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ, അവൾ എങ്ങാനും ഇനി തിരിച്ചു വന്നാലോ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്ന സമയത്തിന് നവീൻ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. വേണ്ട, ഇനി അങ്ങനൊരു പെണ്ണിനെ എനിക്ക് വേണ്ട. എൻ്റെ വിവാഹം ഏതായാലും ഇനി നടക്കില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം ഇനി നടക്കില്ല. നന്ദു ഏതായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ, ഇനി ഏതായാലും എനിക്കും അവളെ വേണ്ട. വാച്ച നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് നവീൻ അവൻ്റെ പേരൻസിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അങ്ങനെ നവീനുമായിട്ടുള്ള നന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണുവിൻ്റെ ആൾക്കാരെല്ലാം തന്നെ നന്ദുവിനെ അവിടെ നിന്നും വിട്ടയക്കും. അങ്ങനെ നന്ദു വീട്ടിലേക്ക് കയറി വരുന്നതോടുകൂടി തന്നെ കനകദുർഗയും ഗോവിന്ദനും എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ നന്ദുവിനെ കുറേയധികം വഴക്ക് പറയും. നന്ദു പറയുന്നത്, അച്ഛാമ്മേ, ഞാൻ ആരുടെയും കൂടെ ഒളിച്ചു പോയിട്ടൊന്നുമില്ല. ഇവിടെ നിന്നും ആരോ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണ്. പക്ഷേ അതാരാണെന്ന് കണ്ടുപിടിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവരെ ആരാണെന്ന് കണ്ടെത്തുമെന്നിങ്ങനെ നന്ദു പറയുന്ന സമയത്ത് തന്നെ കനകദുർഗ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് തന്നെ എന്താ കാര്യം? 2 പ്രാവശ്യം വിവാഹം മുടങ്ങി നിന്നെ ഇനി ആരും സ്വീകരിക്കില്ല മോളെ. എന്നാലും എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗ ഭയങ്കര കരച്ചിലായിരിക്കും. എന്നാൽ ഈ വാക്കും കേട്ടുകൊണ്ട് തന്നെ അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനി വന്ന് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു നന്ദുവിൻ്റെ ലൈഫ് പോയി എന്ന്? ഇനിയിപ്പോൾ ആരൊക്കെ അവളെ കൈയൊഴിഞ്ഞാലും ഞാനുണ്ടാവും നന്ദുവിനെ കെട്ടാൻ വേണ്ടിയിട്ട്. അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. ഞാനുണ്ട് അവളെ സ്വീകരിക്കാൻ. അവൾ എൻ്റെ പെണ്ണാണ്. അങ്ങനെ അനി നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സമയത്തിന് കനകദുർഗയും ഗോവിന്ദനും അവസാനം ആ ഒരു കല്യാണത്തിന് സമ്മതിക്കുകയാണ്. എന്നാൽ ഇതറിഞ്ഞതോടുകൂടി തന്നെ ജാനകി ആകെ പൊട്ടിത്തെറിക്കാണ്. അവളെ ഞാൻ ഈ തറവാടിൻ്റെ പടി ചവിട്ടാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അന്നേരം നവ്യ ഇങ്ങനെ എരിപിരി കയറ്റി കൊടുക്കുകയാണ്. അവളെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവളെ ചൂലെടുത്ത് ആട്ടി ഓടിക്കണം അമ്മായി. അവൾക്ക് ഈ തറവാട്ടിലേക്ക് കയറി വരാൻ എന്ത് യോഗ്യതയാണുള്ളത്? അനിക്കല്ലെങ്കിലും എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടിയേനെ, എന്നിട്ട് അവളായിട്ടത് നശിപ്പിച്ചില്ലേ? മുഹൂർത്ത സമയത്തിന് മനഃപൂർവ്വം ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ അവൾ അവിടെ നിന്നും മാറി നിന്നതാ. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഒരു കാരണവശാലും അവൾ ഈ തറവാട്ടിലേക്ക് കാലുകുത്താൻ പാടില്ല. പറ്റുമെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ അവളുടെ താലി തന്നെ ഇങ്ങ് പൊട്ടിച്ച് വലിച്ചെറിയണം. അവൾ വേണമെങ്കിൽ ഇനി വേറെ കല്യാണം കഴിച്ചോട്ടെ. അങ്ങനെയാണ് അവളോടൊക്കെ പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്തിന് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്നിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുമായിരിക്കും ജാനകി. അങ്ങനെ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം അനന്തപുരി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും കണ്ടുകൊണ്ട് തന്നെ ജാനകി അവിടെ ഉമ്മറത്ത് നിൽക്കുന്നുണ്ടാവും. ഈ കാഴ്ച കണ്ടിട്ട് ജാനകിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ജാനകി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ ആരോട് ചോദിച്ചിട്ടാടാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? ഇത്രയും വലിയ നീച പ്രവൃത്തി നീ ചെയ്തത് കൊണ്ട് തന്നെ നിനക്കിനി ഒരിക്കലും ഈ തറവാട്ടിലോ എൻ്റെ മനസ്സിലോ യാതൊരുവിധ സ്ഥാനവും ഉണ്ടാവില്ല. നിനക്കിനി ഈ തറവാട്ടിൻ്റെ പടി ചവിട്ടി കയറി വരണമെങ്കിൽ തന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു താലി പൊട്ടിച്ചിട്ട് വേണം നീ ഇങ്ങോട്ടേക്ക് കയറി വരാനേ. അല്ലാതെ നീ ഇനി ഒരിക്കലും ഈ തറവാട്ടിലേക്ക് കയറണ്ടായെന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് തന്നെ അനി നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, ഇല്ലമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ തറവാട്ടിലേക്ക് ഇനി കാല് കുത്തുന്നില്ല. കെട്ടിയ ഉടനെ തന്നെ ഈ താലി പൊട്ടിച്ച് വലിച്ചെറിയാനല്ല ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അവളെ ജീവിതകാലം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. പിന്നെ ഞങ്ങളിവിടെ കയറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇവളുടെ കൂടെ വാടക വീടെടുത്തിട്ട് മറ്റെവിടെയെങ്കിലും താമസിച്ചോളാം. അതിനേതായാലും എനിക്ക് അമ്മയുടെ സമ്മതമൊന്നും ആവശ്യമില്ലല്ലോ. ഞാൻ ഏതായാലും ഇവളെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോവാണ്. പിന്നെ എന്നെ തിരിച്ചു വിളിക്കാതെ ഞാൻ ഒരിക്കലും ഈ പടി ചവിട്ടില്ലമ്മേ. ഞാൻ ഏതായാലും ഇവളെ കൂട്ടിക്കൊണ്ട് വാടക വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനി അവിടെ നിന്നും നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോവും. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ചങ്ക് തകർന്ന് ഒട്ടും സഹിക്കാൻ കഴിയാതെ അങ്ങനെ വിഷമത്തോടെ നിൽക്കുമായിരിക്കും ജാനകി. സങ്കടത്തോടെ തന്നെ ജാനകി ദേവയാനോട് ഈ ഒരു സങ്കടം പറയും. കണ്ടില്ലേ ഏട്ടത്തി, അവൻക്കിപ്പോൾ അവൻ്റെ സ്വന്തം അമ്മയേക്കാൾ വലുത് ഇന്നലെ കയറി വന്ന ആ ഒരു പെണ്ണാണ്. എൻ്റെ വാക്കുപോലും കേൾക്കാതെ അവൻ ആ മൊട്ടച്ചിയുടെ കൂടെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഏട്ടത്തി കണ്ടില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും ഏട്ടത്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജാനകി സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീട് കാണിക്കുന്നത് ജലജയായിരിക്കും. നയനയുടെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞ് അതിനി അനന്തപുരിയിലെ അനന്തരാവകാശിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജലജ പലവിധ പ്ലാനുകളും തയ്യാറാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ചീറ്റിപ്പോവും.
അവസാനം ജലജ ആ ഒരു കാര്യം നവ്യയോട് പറയുന്നു. ഇനി എന്നെക്കൊണ്ട് പറ്റുമെന്നൊന്നും തോന്നുന്നില്ല മോളെ. അതുകൊണ്ട് ഈ കാര്യം നീ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. നിനക്ക് എന്നേക്കാൾ നല്ല ബുദ്ധിയും കഴിവുമുള്ള കുട്ടിയാണല്ലോ നീ. അതുകൊണ്ട് തന്നെ നീ സ്നേഹത്തോടെ ഒരു ഗ്ലാസ് പാല് കാച്ചി കൊടുത്തിട്ട് അതിലെന്തെങ്കിലും പൊടി ചേർത്ത് കഴിഞ്ഞാൽ അവൾ സ്നേഹത്തോടെ തന്നെ അത് വാങ്ങിച്ച് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചോളും. ഞാൻ കൊടുത്താലേതായാലും അവൾ എന്നെ സംശയിക്കും. പിന്നെ അവൾ ആ പാല് കുടിക്കില്ല. നീ തന്നെ ആ ഒരു പ്രവൃത്തി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ജലജ നവ്യയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജലജ നവ്യ കൊടുക്കുന്ന ആ ഒരു പാലിലേക്ക് കുറച്ച് പൊടിയൊക്കെ കലർത്തി കൊടുക്കുന്നുണ്ട്. ഗർഭം അലസിപ്പിക്കാനുള്ള പൊടിയായിരിക്കും അത്. എന്നാൽ അതുവഴി വന്ന മുത്തശ്ശൻ ഏതായാലും ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. മുത്തശ്ശൻ നവ്യയോട് ദേഷ്യപ്പെടാണ്. ഇത്രയും വലിയൊരു കടുങ്കൈ സ്വന്തം അനിയത്തിയോട് തന്നെ കാണിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു നവ്യേ? നീയും ഒരു അമ്മയല്ലേ, എന്നിട്ട് ഒരു കുഞ്ഞിനോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്തിനാടി നീ ഇങ്ങനെ ക്രൂരത ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് നവ്യയുടെ കരണമടിച്ച് പൊട്ടിക്കാണ്. അന്നേരം നവ്യ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ മാത്രം അങ്ങനെ സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കണ്ട. അവൾ മാത്രം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാലിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് അവളുടെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. അതിലിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റുള്ളത് മുത്തശ്ശ എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കാണ് നവ്യ. അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട്, എന്നാ നവ്യെ നീ ഒരു കാര്യം കേട്ടോ, നിന്റെ ജീവിതം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നയനമോളുടെ ജീവിതം ഇപ്പോൾ ആപത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല നവ്യെ. നീ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നയനമോള് സ്വന്തം ഭർത്താവിൻ്റെ മേൽക്ക് ആ ഒരു കുറ്റം ആരോപിച്ചത്. ഇത്രമാത്രം നിനക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് നീ തന്നെ അവളെ കൊല്ലാൻ നോക്കുന്നോ? നീ വിശ്വസിക്കുന്നത് പോലെയൊന്നുമല്ല നവ്യ കാര്യങ്ങൾ. ചന്തുമോളുടെ അച്ഛൻ അത് നിന്റെ ഭർത്താവ് അഭി തന്നെയാണ്. നിനക്കിനി അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ തന്നെ അവനോട് നേരിട്ട് ചോദിച്ചു നോക്ക്. നിനക്ക് വേണ്ടിയിട്ടാണ് നയനമോൾ ഇത്രമാത്രം ത്യാഗം ചെയ്തത്. ഇങ്ങനെയുള്ള അനിയത്തിമാരൊക്കെ കിട്ടണമെങ്കിൽ നീ പുണ്യം ചെയ്യണം. സത്യമൊന്നും അറിയാതെ നീ എന്നിട്ട് അവളുടെ ജീവൻ പോലും ഇല്ലാതാക്കാൻ നോക്കുവല്ലേ നീയൊക്കെ ശരിക്കും ഒരു ചേച്ചി തന്നെയാണോ? ആദ്യം സ്വന്തം ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കടി. നവ്യ ശരിക്കും ആരാണെന്നുള്ള കാര്യം അഭി തന്നെ നിനക്ക് പറഞ്ഞു തരുമെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേട്ടതോടുകൂടി തന്നെ നവ്യയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കുറ്റബോധം കൊണ്ട് തന്നെ നവ്യക്ക് ആകെ സങ്കടം വരികയാണ്. നയനെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യാൻ നോക്കിയത്. ഈശ്വര എന്നോട് പൊറുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നയനയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ പോലും ഞാൻ ഇല്ലാതാക്കിയേനെ. മുത്തശ്ശനിപ്പോൾ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മഹാപാപിയായി പോയി ഞാൻ. എൻ്റെ കൈകൊണ്ടില്ല ഞാൻ എൻ്റെ അനിയത്തിയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. എല്ലാം ചെയ്തു വെച്ചത് ആ അഭിയായിരുന്നു അല്ലേ? എനിക്ക് വേണ്ടി ഒരുപാടധികം ത്യാഗം ചെയ്തവളാണ് നയന. ആദർശേട്ടനും ഒരുപാട് ത്യാഗങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നയനെ ഞാൻ ഇനി എന്നും സംരക്ഷിക്കും. ഇത്ര കാലം എൻ്റെ ഭർത്താവിനെ കണ്ണും മുട്ടി സ്നേഹിച്ച ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. അവനെ ഞാൻ ഏതായാലും ഇനി വെറുതെ വിടാനൊന്നും പോകുന്നില്ല. പിന്നെ അവന് ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ഞാൻ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അല്ലാതെ അവൻ ചെയ്ത കാര്യത്തിനൊക്കെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല. അവൻ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ എണ്ണി പകരം ചോദിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.